ഞാനീ ചെയ്യുന്ന വീഡിയോ ഇതിന് വിഷയം ആകുന്ന കവിത എഴുതിയ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മാത്രം കാണരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊരു പേടിയാണ്. കാരണം ബാലചന്ദ്രനെ ഒരുപാട് ഇഷ്ടമാണ്, സ്നേഹമാണ്, ബഹുമാനമാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള വലിയ ഭയവുമുണ്ട്. ബാലചന്ദ്രൻ കാണില്ല എന്ന് തന്നെ വിചാരിക്കാം. ബാലചന്ദ്രൻ്റെ ഒരുപാട് കവിതകൾ നമുക്ക് അറിയാം. പ്രശസ്തമായ ഒരുപാട് കവിതകളുണ്ട്. പലരും ഇന്ന് 60-65 വയസ്സുള്ള പലരും അവരുടെ സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ ആ കവിതയുടെ പല വരികളും ആവർത്തിക്കാറുണ്ട്. പല സന്ദർഭങ്ങളിലും തമാശയായിട്ടും കാര്യമായിട്ടും ഒക്കെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞു പോയിട്ടില്ലാത്ത ഒരു കവിത ഞാനിവിടെ അവതരിപ്പിക്കാം. ആ കവിതയ്ക്ക് ബാലചന്ദ്രൻ ഇട്ടിരിക്കുന്ന പേര് ശാപം എന്നാണ്. ശാപം സാധാരണ വലിയ ആളുകൾ ചെറിയ ആളുകൾക്ക് നൽകുന്നതാണ്. മഹർഷിമാരൊക്കെ സാധാരണക്കാർക്ക്, ദൈവങ്ങൾ മനുഷ്യർക്ക് ഒക്കെ നൽകുന്നതാണ്. ഈ ശാപം ആർക്കാണ് നൽകുന്നതെന്ന് നോക്കാം. ഇത് ഒരു സാധാരണ യാത്രാവിവരണ കവിതയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറയേണ്ടി വരും. ബാലചന്ദ്രൻ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടരുത്. കാരണം ഇതൊരു കവിത വായിക്കുന്ന സാധാരണക്കാരന് തോന്നുന്ന പ്രതികരണമായി മാത്രം എല്ലാവരും എടുക്കുമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനത് പറയുന്നത്. ഈ ശാപം എന്ന കവിത ഒരു വടക്കേന്ത്യൻ യാത്രയാണ്. എവിടേക്കുമെന്ന് അറിയാത്ത യാത്രയിൽ ഒരിക്കൽ ഭുവനേശ്വറിൽ ചെന്ന് തീവണ്ടി നിൽക്കുന്നു. എവിടേക്കെന്നറിയാത്ത യാത്രയിൽ ഒരു ദിനം ഭുവനേശ്വരിൽ എത്തി തീവണ്ടി നിൽക്കുന്നു. ഇങ്ങനെയാണ് കവിത ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ ഈ പണ്ടൊക്കെ വടക്കേ ഇന്ത്യൻ സ്റ്റേഷനുകളിൽ തീവണ്ടി നിന്നാൽ അവിടെ പോയിട്ടുള്ള യാത്രക്കാർക്ക് അറിയാം. ഞാനൊക്കെ എൻ്റെ 20ാമത്തെ വയസ്സ് മുതൽ വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്. അന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ എനിക്ക് തോന്നുന്ന ഭിക്ഷാടനം നിരോധിച്ചിട്ടില്ല. ഒരുപാട് കൈകൾ നമ്മുടെ അകത്തേക്ക് വരും. ഇപ്പൊ രാവിലെ നിൽക്കുന്ന ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ കുടിനീരും അപ്പവും എടുത്തു ഞാൻ പ്രാതലിന് ജനലരികിലേക്കൊന്ന് നീങ്ങിയിരിക്കുന്നു. കൃത്യമായ മലയാളത്തിൽ രാമേന്ദ്രൻ അത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ നീങ്ങിയിരുന്നാൽ സാധാരണഗതിയിൽ പണ്ടൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ ആ അഴികൾക്കിടയിലൂടെ ഒരുപാട് മുഖവും ഒരുപാട് കൈകളും അകത്തേക്ക് നീണ്ടുവരും. എങ്ങനെ? ചുളിവുള്ള കൈകൾ. നമ്മൾ സാധാരണ കൈകളിലെ അഴുക്കേ കാണുള്ളൂ. പക്ഷെ ബാലചന്ദ്രൻ അതിൽ കാണുന്നത് ചുളിവുള്ള കൈകൾ, കിനാവറ്റ കണ്ണുകൾ, അതിലൊരു മുഖം, ജരാപൂർണം, പുരാതനം, നരവാർത്തകത്തിന്റെ നിശബ്ദ സങ്കടം. ഒരു വൃദ്ധൻ കൈനീട്ടുകൾ, ഇത്രയും മുഖവുമായിട്ട്. ഇതൊന്നും വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കവിത വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ നരവാർത്തകത്തിന്റെ നിശബ്ദ സങ്കടം എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ കവിയുടെ കയ്യിൽ അപ്പവുമുണ്ട്, കുടിനീരുമുണ്ട്. ഈ വൃദ്ധന്റെ മുഖം കണ്ടപ്പോ ഒരു നിമിഷം എന്നുള്ളിൽ മിന്നി പൊലിഞ്ഞുപോയി ഒരു മഹാഭാരതപുത്രന്റെ സങ്കടം. ഒരു മഹാഭാരതപുത്രന്റെ ജാതകമെന്നാണ് ബാലചന്ദ്രൻ എഴുതുന്നത്. എന്താ ഈ മഹാഭാരതപുത്രന്റെ ജാതകം? കരിയുമായി കന്നിന്റെ പുറകെ ഉദയല്ലയം പൊരുതി പുരുഷായുസ് ചോര നീരാക്കി ഈ തെരുവിന്റെ കോണിലൊരു ചണ്ടിയായി തെണ്ടിയായൊടുവിലടിയും ഭൂമിപുത്രന്റെ ജാതകം. ഒരു കർഷകപുത്രനാണ്. കരിയുമായി കന്നിന്റെ പുറകെ പോയി ഈ പൊരുവെയിലിൽ അലഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് അവസാനം ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വന്ന് കൈനീട്ട് നിൽക്കുന്നത് പോലെ ഈ തെരുവിൽ എവിടെയോ വന്ന് അടിയുന്ന ഭൂമിപുത്രന്റെ ജാതകം. ഇവിടെ വരുമ്പോൾ ഞാൻ പെട്ടെന്നൊരു കുറേ 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച വേറൊരു കവിയെ ഓർക്കുകയാണ്. സാക്ഷാൽ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ എൻ്റെ ഗുരുനാഥൻ എന്നൊരു കവിതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് കൂടിയിരിക്കുന്ന പലരുടെയും മുഖമൊക്കെ ചിലപ്പോൾ ചുളുങ്ങും. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ചെങ്ങമ്പുഴയുടേത്. അത് വള്ളത്തോളിൻ്റെതാണല്ലോ. ഇങ്ങനെ മുഖം ചുളിയുകയും പരിഹാസഭാവത്തോടെ നോക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുമുണ്ട്. സ്വാഭാവികമാണ്. പക്ഷെ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എൻ്റെ ഗുരുനാഥൻ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. നുകവുമായി രാവിലെ ഇറങ്ങി പാടത്ത് പോയി പാടത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരാളെ കുറിച്ച് സുഹൃത സ്വരൂപ നിന്നെ ഞാൻ നമിക്കുന്നു എന്നാണ്. നുകവും തോളത്തേന്തി കാളയ്ക്കു പിൻപയെ പോവും സുഹൃത സ്വരൂപ നിന്നെ ഞാൻ നമിക്കുന്നു. പൊരിവെയിലിൽ നിന്റെ ഉഗ്രമാം തപസ്സല്ലേ നിറയെ കതിർക്കുല ചൂടിപ്പി പാടത്തെന്നും. ഇവിടെ തപസ്സെന്ന വാക്കിന് ചെങ്ങമ്പുഴ കൊടുക്കുന്ന അർത്ഥമൊന്നും നോക്കൂ. തപസ്സെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വെറുതെ ഇരിപ്പാണ്.
പക്ഷെ പൊരുവെയിലിൽ കർഷകൻ അവിടെ ചെയ്യുന്നത് വെറുതെ നിൽക്കലല്ല എന്ന് നമുക്കറിയാം. അവിടെ തപസ് എന്ന വാക്കിന് അതിൻ്റെ അർത്ഥങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു വലിയ മാനം കൊടുക്കുകയാണ് ചെങ്ങമ്പുഴ. ചെങ്ങമ്പുഴ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ നീ പൊരുവയിൽ കഷ്ടപ്പെട്ട് ഈ പാടത്തെ താവകത്യാഗം താലി കെട്ടിക്കാതിരുന്നെങ്കിൽ ഈ ഭൂമിദേവി എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് മുരടിച്ചു പോയേനെന്നൊക്കെ പറയുന്നുണ്ട് അന്നത്തെ കാവ്യഭാഷയിൽ. അങ്ങനെ മുരടിച്ചു പോകാതെ ഭൂമിയെ പച്ചപ്പണിയിച്ച് ഒക്കെ ആക്കിയ ഈ മനുഷ്യനെ അവസാനം, ഈ കർഷകനെ അവസാനം സമൂഹം ശ്രദ്ധിക്കാതെ അവഗണിച്ച് റോഡിൽ എവിടെയോ ഉപേക്ഷിച്ച് കളയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയുണ്ടാക്കുന്നു എന്ന് ചെങ്ങമ്പുഴ അന്ന് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നുണ്ട്. നിർവ്യാജ സ്നേഹം വിതയ്ക്കുന്ന നീയാണെന്നുവൻ ഗുരുനാഥൻ എന്ന് പറഞ്ഞാണ് ആ കവിത അവസാനിക്കുന്നത്. ഇവിടെ അന്നത്തെ ആ കർഷകനെ, വടക്കേ ഇന്ത്യയിൽ അന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടക്കുന്ന ഈ ആളുകളെ കാണാത്ത ചെങ്ങമ്പുഴ അന്ന് അങ്ങനെ എഴുതിയെങ്കിൽ അത് നേരിട്ട് അനുഭവിക്കുന്ന ഈ പുതിയ തലമുറയുടെ, അന്നത്തെ പുതിയ തലമുറയുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അവിടെ ഈ നരവാർത്തകത്തിൻ്റെ നിശബ്ദ സങ്കടം കണ്ടിട്ട് അവിടെ ഈ കർഷക പുത്രൻ്റെ അവസാനത്തെ അവസ്ഥ കാണുകയാണ്. അത് കണ്ടിട്ട് ആകെ ചൂളി ഉറഞ്ഞു പോയ, ആകെ തണുത്തുറഞ്ഞു പോയ, തണുത്ത കാലമാണ്, തണുത്തുറഞ്ഞു പോയ കവി തൻ്റെ കയ്യിലിരുന്ന ഒരു അപ്പം എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കുകയാണ്. ജനലഴിയിലൂടെ അപ്പം എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഇയാൾ ചെയ്തത് അത്ഭുതകരമായ കാര്യമാണ്. അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇയാൾ ഉടനെ അത് മുകളിലേക്ക് നോക്കി. എനിക്കറിയാത്ത ഭാഷയിൽ, കവിക്ക് അറിയാത്ത ഭാഷയിൽ എന്തോ പറഞ്ഞു. ആ അപ്പം എടുത്തിട്ട് മുകളിലേക്ക് നോക്കി, എനിക്കറിയാത്ത ഭാഷയിൽ എന്തോ പറഞ്ഞു. ആ വൃത്തനെന്തോതിയെന്നരികത്തിരിക്കുന്നവരോട് ചോദിച്ചു ഞാൻ. എന്താന്ന് ചോദിച്ചു. അപ്പം അരികത്തിരിക്കുന്നവർ അതിൻ്റെ തർജ്ജമ പറഞ്ഞു കൊടുത്തു. പുരി ജഗന്നാഥൻ മറന്നതിൽ എന്നെ ഇന്നൊരു ദിവസമെങ്കിലും നന്ദി 100,000 എന്ന് പറഞ്ഞുകൊണ്ട് ആ അപ്പം നൽകിയതിന് പുരി ജഗന്നാഥനെ വണങ്ങുകയാണ് ആ വൃദ്ധൻ. സാധാരണ എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ? രോഷം. ആരെയാണ് വണങ്ങേണ്ടത്? അല്ലെങ്കിൽ വണങ്ങേണ്ടത് എന്തിനെ? ഇത്ര നാളും ദുരിതത്തിൻ്റെ കൊടും തീയിൽ ആ മനുഷ്യനെ അകപ്പെടുത്തിയ പുരി ജഗന്നാഥനോട് യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല. ഈ അപ്പം കൊടുക്കുമ്പോഴും ആ ഒരു ദിവസമെങ്കിലും എനിക്ക് അപ്പം തന്നല്ലോ എന്ന് മുകളിലേക്ക് നോക്കി വണങ്ങുന്ന ആ മനുഷ്യനെ കണ്ടിട്ട് കവി എഴുതുന്നത്, ഭവാബ്ധിതൻ കൊടും പരവ വാ പിളർന്ന് എന്നെ വിഴുങ്ങിയോ എന്ന് അമ്പരന്ന് പോവുകയാണ് കവി. അത്ര ഞെട്ടിപ്പോവുകയാണ്. എന്തോ ഒരു വല്ലാത്ത അവസ്ഥയിൽ താൻ എത്തിയതുപോലെയാണ്. ഇങ്ങനെ ആയിരിക്കേണ്ടതല്ല ഈ സംഭവത്തിന്റെ പരിണാമം എന്ന് ആലോചിച്ച് പോവുകയാണ്. വല്ലാത്ത ഞെട്ടലാണ്, വല്ലാത്ത ക്ഷോഭമാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഈ ലോകം മുഴുവൻ അവസാനിച്ചോ, ഒരു നെടിയ വീർപ്പിൽ ധരയെ മരുവാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചുവോ എന്നൊക്കെ ആലോചിച്ച് പോവുകയാണ് കവി. പിന്നെ തീവണ്ടി പോയി, അറിയില്ല. ഈ ജീവിത ചക്രോൽക്കട ദ്രുത സഞ്ചാരം നടത്തി ഈ തീവണ്ടി ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പുരിയിൽ മരുവും ജഗന്നാഥന്റെ പാഷാണ ഹൃദയത്തെ അന്ന് ശപിച്ചതോർക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ് കവിത അവസാനിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ കവിതയുടെ പ്രസക്തി ഞാൻ ചെങ്ങമ്പുഴയുടെ കവിതയും ബാലേന്ദ്രൻ്റെ കവിതയും ഒക്കെ ചേർത്ത് പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലം, എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ഈ പുതിയ കാലത്ത് ചെങ്ങമ്പുഴയുടെ എൻ്റെ ഗുരുനാഥനാണ്. കാരണം കർഷകൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രമുഖ സ്ഥാനത്ത് എല്ലാ നിലയിലും വന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയും മഹാഭാരതപുത്രൻ്റെ ജാതകം വളരെ കുറച്ച് വാക്കുകളിൽ ക്ഷോഭത്തോടെ പറഞ്ഞു വെച്ച ശാപം എന്ന കവിതയും, അവിടെ ശപിക്കുന്നത് മനുഷ്യനാണ്, ആരെയെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ കവിതയും നമ്മുടെ വായനയെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയും നമ്മുടെ കവിതയെ അറിയുന്ന രീതിയെ മാറ്റിമറിക്കുകയും ചെയ്യും. നന്ദി.